ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. എഞ്ചിൻ റേഡിയേറ്റർ കൂളിംഗ് ഫാനാണ് കിട്ടിയത്. ഗംഗാവലിപ്പുഴയിൽ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ കിട്ടി. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? കാളിദാസ്, ഇന്ന് പ്രധാനമായും രണ്ടിടങ്ങളിലാണ് ഈ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുന്നത്. അതായത് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന പുരോഗമിക്കുന്നു. അതേസമയം ഈ ലക്ഷ്മണൻ നായിക്കിന്റെ കടയുടെ ഭാഗം കേന്ദ്രീകരിച്ച് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഈ രണ്ട് പരിശോധനകളാണ് നിലവിൽ ഗംഗാവലി പുഴയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഈശ്വർ മാൽപ്പെ നടത്തിയ പരിശോധനയിൽ 10 തടിക്കഷ്ണങ്ങളും അതുപോലെ തന്നെ ഒരു ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറുമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിപ്പോൾ കയറുകൊണ്ട് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളൊന്നും മാൽപ്പയ്ക്ക് ഇപ്പോൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ ഏറ്റവും നിർണായകമായ മറ്റൊരു സൂചന എന്ന് പറയുന്നത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഈ ലോറിയുടെ ഫാൻ കണ്ടെത്തി എന്നുള്ളതാണ്. കൂളിംഗ് ഫാൻ അടക്കം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്താണ് എന്നുള്ളത് വേറെ ആശ്വാസകരമാണ്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പ ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് പരിശോധന നടത്താൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഡ്രഡ്ജിംഗ് കമ്പനി അതിന് അനുമതി നൽകിയില്ല. ഈ ഭാഗത്ത് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ട എന്നാണ് ഡ്രഡ്ജിംഗ് കമ്പനി ഈ ഈശ്വർ മാൽപ്പയോട് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഇന്നലെ പരിശോധന, അതായത് ഇന്നലെ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. അതും മറ്റൊരു ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ആ ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ കൂടുതൽ അന്വേഷണത്തിനാണ് ഇത്തരത്തിൽ ഈ 10 തടിക്കഷ്ണങ്ങളും അതുപോലെ തന്നെ ഈ ഹോണ്ട ആക്റ്റീവ് കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ലോറി ഉടമ മനാഫ് ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം എത്തിയാൽ മാത്രമേ ഇത് ഈ എൻജിൻ ഫാൻ, അതായത് ഈ റേഡിയേറ്ററിന്റെ സമീപത്തായിട്ടിരിക്കുന്ന ഒരു ഫാനാണത്. ഈ ഫാൻ ആരുടേതാണ് എന്ന് വ്യക്തമാകുകയുള്ളൂ. അതിനുവേണ്ടി ഇപ്പോൾ ഡ്രഡ്ജിംഗ് ഇപ്പോൾ അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിട്ടാണുള്ളത്. മനാഫ് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ വിഷയത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. കാളിദാസ്, എന്തായാലും ഈ CP4 കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നിർണായകമായ ഒരു സൂചനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നിർഭരമായ കാര്യം. എഞ്ചിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു കൂളിംഗ് ഫാനാണ് ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇത് ആരുടേതെന്ന് വ്യക്തമല്ല. ഇത്തരത്തിൽ ഇന്നലെ കണ്ടെത്തിയ ലോറിയുടെ അവശിഷ്ടങ്ങൾ ലഭിച്ചിടത്തുനിന്ന് ഏറെ അകലെയാണ് ഈ CP4 ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ടാങ്കർ ലോറിയുടെ അല്ല എന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം വരുന്നത്. ഈ അർജന്റ് ലോറി കൊണ്ട് ഇന്ന് കണ്ടെത്തിയ ഭാഗത്തിനടുത്തായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതീക്ഷകളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും തെരച്ചിൽ ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മനാഫ് എത്തി ഇത് ആരുടെ ഫാനാണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്. എന്തായാലും ഈ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഈ സൂചന ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ദൗത്യം ഇന്ന് ലോറിയിലേക്ക് എത്താമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ കമ്പനി അധികൃതർ അടക്കം പങ്കുവയ്ക്കുന്നത്. മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തെളിഞ്ഞ ആകാശമാണ്, തെളിഞ്ഞ ജലമാണ്, കാലാവസ്ഥ അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ്. നീരൊഴുക്കും കുറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് 4 മുങ്ങൽ വിദഗ്ധർ ഈ ഭാഗത്തെ പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതായത് ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ലോറിയുടെ അവശിഷ്ടം കണ്ടെത്തിയിരിക്കുകയാണ്. എഞ്ചിൻ റേഡിയേറ്റർ കൂളിംഗ് ഫാനാണ് കണ്ടെത്തിയത്. ഒപ്പം ഒരു ഹോണ്ട ആക്റ്റീവ് സ്കൂട്ടറും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും അർജുൻ്റെ ലോറി ഉടമ മനാഫ് എത്തി സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.